നിലവിലുള്ള ബിസിനസ്സുകളുടെ വിപുലീകരണത്തിനും പുതിയ ബിസിനസ് തുടങ്ങുന്നതിനും 5 കോടി രൂപ വരെ വായ്പ കിട്ടും. ഈട് വേണ്ട. വളരെ ലളിതമായ മാർഗത്തിലൂടെ ഈ വായ്പ എങ്ങനെ തരപ്പെടുത്താം എന്ന് നോക്കാം. നമസ്കാരം, ഞാൻ അഭിലാഷ് നായർ. ഫിനാൻഷ്യൽ ഗൈഡിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായ്പയെടുത്ത് ബിസിനസ് തുടങ്ങുന്നവർക്ക് എന്നും ഒരു വെല്ലുവിളിയാണ് കൊളാറ്ററൽ സെക്യൂരിറ്റി അഥവാ ഈട്. കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ 5 കോടി രൂപ വരെ ബിസിനസ്സുകാർക്ക് വായ്പ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് CGTMSE സ്കീം. എന്താണ് ഈ സ്കീം എന്ന് വിശദമായി പരിശോധിക്കാം. CGTMSE എന്നാൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റ് ഫോർ മൈക്രോ ആൻഡ് സ്മോൾ എന്റർപ്രൈസസ് എന്നാണ്. കേന്ദ്രത്തിലെ MSME മന്ത്രാലയവും ചെറുകിട വ്യവസായ വികസന ബാങ്ക് അഥവാ സിഡ്ബിയും സംയുക്തമായി നടപ്പാക്കിയിട്ടുള്ള ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റിന്റെ ഗ്യാരണ്ടിയിന്മേലാണ് ഈട് വയ്ക്കാനില്ലാത്തവർക്ക് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും വായ്പ നൽകുന്നത്. ലോൺ എടുക്കുന്ന തുകയ്ക്ക് ആനുപാതികമായി നിശ്ചിത ഗ്യാരണ്ടി ഫീസ് ഉപഭോക്താക്കൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫണ്ട് ട്രസ്റ്റിൽ അടയ്ക്കേണ്ടതുണ്ട്. രാജ്യത്ത് ചെറുകിട മേഖലയിൽ കൂടുതൽ ബിസിനസ്സുകളും വ്യവസായങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതിയുടെ തുടക്കം. CGTMSE സ്കീമിൽ കവർ ചെയ്യുന്ന മേഖലകൾ ഏതൊക്കെ എന്ന് നോക്കാം. ഉൽപാദന സേവന മേഖലകളിലുള്ള മൈക്രോ സ്മോൾ എന്റർപ്രൈസുകൾക്ക് അപേക്ഷിക്കാം. റീറ്റെയിൽ, ഹോൾസെയിൽ തുടങ്ങിയ ട്രേഡിംഗ് സംരംഭങ്ങൾക്കും അർഹതയുണ്ട്. നിലവിലുള്ളവയുടെ വികസനത്തിനും പുതിയവ തുടങ്ങുന്നതിനും ലോൺ കിട്ടും. പ്രൊപ്രൈറ്റർഷിപ്പ്, LLP, പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്നിങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ആകാം. അപേക്ഷിക്കുന്നവർക്ക് ആദ്യം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. നിങ്ങളുടെ കയ്യിൽ മികച്ച ആശയമുണ്ടോ? സാമ്പത്തികമായി വിജയസാധ്യതയുള്ള പദ്ധതിയാണോ? അത് നടപ്പാക്കാൻ വിദഗ്ധരായ ഒരു ടീം നിങ്ങൾക്കൊപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ ബാങ്ക് നിങ്ങളെ സഹായിക്കും. അപേക്ഷകന് ബാങ്ക് നിർദ്ദേശിക്കുന്ന ക്രെഡിറ്റ് സ്കോർ ഉണ്ടാകണം. മിനിമം 650 പോയിന്റെങ്കിലും വേണം. വായ്പാ ചരിത്രവും ബാങ്ക് പരിശോധിക്കും. പദ്ധതി ഉൾപ്പെടുന്ന വ്യവസായ മേഖലയനുസരിച്ച് ക്രെഡിറ്റ് സ്കോറിൽ ഇളവുണ്ടാകാം. പദ്ധതി ഉൾപ്പെടുന്ന വ്യവസായ മേഖലയുടെ റിസ്ക് അനുസരിച്ച് ഉയർന്ന സ്കോർ ആവശ്യപ്പെട്ടേക്കാം. ബാങ്ക് നൽകുന്ന ചെക്ക് ലിസ്റ്റ് പ്രകാരമുള്ള ഡോക്യുമെന്റുകൾ പ്രോജക്ട് റിപ്പോർട്ടിനോടൊപ്പം അപേക്ഷകൻ സമർപ്പിക്കണം. മതിയായ പരിശോധനകൾക്ക് ശേഷം അർഹരായവർക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ ലോൺ അനുവദിക്കും. CGTMSEക്ക് വേണ്ടി ഈടില്ലാതെ എങ്ങനെ ഗ്യാരണ്ടി നേടാമെന്ന് നോക്കാം. ലോൺ അനുവദിച്ചതിന് ശേഷം അപേക്ഷകന്റെ അക്കൗണ്ട് പ്രസ്തുത ബാങ്ക് ശാഖയിൽ തുറക്കുന്നു. CGTMSEയുടെ ഗ്യാരണ്ടി എടുക്കുവാൻ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള സമ്മതപത്രം അപേക്ഷകൻ ബാങ്കിൽ നൽകണം. അതിനുശേഷം CGTMSE പോർട്ടലിൽ ബാങ്ക് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യും. തുടർന്ന് ഒരു CG പാൻ ജനറേറ്റ് ആകും. ഈ പാൻ നമ്പർ അപേക്ഷകന്റെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചു കഴിയുമ്പോൾ ക്രെഡിറ്റ് ഗ്യാരണ്ടി ഫീ ആയി എത്ര രൂപ അടയ്ക്കണം എന്ന അറിയിപ്പ് വരും. ഈ തുക അടച്ചു കഴിഞ്ഞാൽ താനെ CGTMSE കവറേജ് ലഭ്യമാകും. പ്രതിവർഷമാണ് ഗ്യാരണ്ടി ഫീ അടയ്ക്കേണ്ടത്. അതാത് വർഷം ബാങ്ക് തന്നെ CGTMSEയിൽ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യും. തുടർന്ന് ആ വർഷം എത്ര ഗ്യാരണ്ടി ഫീ അടയ്ക്കണം എന്നറിയാം. അത് അപേക്ഷകൻ അടയ്ക്കുക. ഗ്യാരണ്ടി കവറേജ് എത്ര, ഗ്യാരണ്ടി ഫീസ് എത്ര എന്ന് നോക്കാം. അനുവദിച്ച ലോൺ തുകയുടെ 75 മുതൽ 85% വരെയാണ് CGTMSEയുടെ ഗ്യാരണ്ടി കവറേജ് ലഭിക്കുക. ഭൂമി, കെട്ടിടം തുടങ്ങിയ സ്ഥിരാസ്തികൾ ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ടുള്ള തുകയ്ക്ക് ഉള്ള ഗ്യാരണ്ടി എടുത്താൽ മതിയാകും. ക്രെഡിറ്റ് ഗ്യാരണ്ടി എത്ര കുറയുന്നുവോ അത്രയും കുറച്ച് ഗ്യാരണ്ടി ഫീ നൽകിയാൽ മതി. ഗ്യാരണ്ടി ഫീസിന്റെ ഘടന ഇങ്ങനെയാണ്. 10 ലക്ഷം വരെയുള്ള ഗ്യാരണ്ടിക്ക് 0.37%, 10 മുതൽ 50 ലക്ഷം വരെ 0.55%, 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ 0.66%, 1 കോടി മുതൽ 2 കോടി വരെ 1.20% മുതൽ 2.5 കോടിക്ക് മുകളിൽ 1.35%. സ്ത്രീകൾ, അംഗപരിമിതർ എന്നിവർക്ക് 10% ഇളവുണ്ട്. ലോണിന് മൊറട്ടോറിയം ലഭ്യമാണ്. റിട്ടേൺ എപ്പോൾ മുതൽ വന്നു തുടങ്ങും എന്നതിനെ ആശ്രയിച്ചാണ് മൊറട്ടോറിയം നിശ്ചയിക്കുന്നത്. 3 മാസം മുതൽ 2 വർഷം വരെയാണ് മൊറട്ടോറിയം ലഭിക്കുന്നത്. സ്കീമുകൾ അനുസരിച്ചും മൊറട്ടോറിയം മാറും. മൊറട്ടോറിയം കാലയളവിൽ പലിശ അടയ്ക്കണം. ഘട്ടം ഘട്ടമായാണ് തുക അനുവദിക്കുന്നതെങ്കിൽ അനുവദിച്ച തുകയ്ക്കുള്ള പലിശ മാത്രം അടച്ചാൽ മതി. 8.5% മുതൽ 10.5% വരെയാണ് സാധാരണ പലിശ നിരക്ക്.
ഏതൊരു ലോണിനും എന്ന പോലെ CGTMSE വായ്പകൾക്കും ബാങ്കുകൾ മാർജിൻ മണി ആവശ്യപ്പെടും. മാർജിൻ മണി എന്നാൽ ഗുണഭോക്തൃ വിഹിതം എന്നാണ് അർത്ഥം. അതായത് ഒരാവശ്യത്തിന് ഒരു ബാങ്കിനെ നമ്മൾ വായ്പയ്ക്കായി സമീപിക്കുമ്പോൾ ആ ബാങ്ക് നമുക്ക് വായ്പ അനുവദിക്കുന്നു. വായ്പ അനുവദിക്കുമ്പോൾ തന്നെ ബാങ്ക് അപേക്ഷകനോട് ചോദിക്കും, ഇതിൽ എത്രയാണ് നിങ്ങളുടെ വിഹിതം എന്ന്. ഒട്ടുമിക്ക ബാങ്കുകളും 10 മുതൽ 25% വരെയാണ് ഗുണഭോക്തൃ വിഹിതം അഥവാ മാർജിൻ മണി ആവശ്യപ്പെടുന്നത്. ഉദാഹരണത്തിന് 10 ലക്ഷം രൂപ നമ്മൾ വായ്പ ആവശ്യപ്പെട്ടാൽ 25% മാർജിൻ മണി എങ്കിൽ 2.5 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതമായി നമ്മൾ ബാങ്കിൽ അടയ്ക്കണം. വായ്പത്തുകയായ 10 ലക്ഷത്തിൽ നമ്മുടെ വിഹിതമായ 2.5 ലക്ഷം രൂപ കിഴിച്ച് ബാക്കി 7.5 ലക്ഷം രൂപ ബാങ്ക് വായ്പ അനുവദിക്കും. തിരിച്ചടവിൽ ബാങ്ക് നൽകുന്ന 7.5 ലക്ഷത്തിനുള്ള EMI മാത്രം അടച്ചാൽ മതി. സ്കീം അനുസരിച്ച് മാർജിൻ മണിയിൽ മാറ്റമുണ്ടാകാം. അനുവദിക്കുന്ന ലോണിന്റെ 10 മുതൽ 25% വരെ മാർജിൻ മണി ആവശ്യപ്പെടാറുണ്ട്. ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈടില്ലാതെ വായ്പ ലഭിക്കുന്നത് വളരെ വലിയ ആശ്വാസമാണ്. അത്തരത്തിലൊരു സ്കീമാണ് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്തിയത്. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.